ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നു മക്കളെ, ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നു. എപ്പോഴാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നെന്നറിയുവോ? കരുനാഗപ്പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് അതിഥി വന്നിട്ടുണ്ടാവണം. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കുടുംബത്തോടൊപ്പം ഇരിക്കുകയാണ്. ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കൈവച്ചോ ഇല്ല എനിക്ക് ഓർമ്മയില്ല, അവിടെ ഇരുന്ന് മരിച്ചുപോയി. അതിഥി വന്നാൽ ആ അതിഥി എവിടെയാണ് വരിക നിശ്ചയിക്കാൻ സാധ്യമല്ല. എപ്പോഴാണ് വരിക നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ഇരിക്കുമ്പോഴാണോ, കിടക്കുമ്പോഴാണോ, ഉറങ്ങുമ്പോഴാണോ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണോ, നാം ഗൾഫിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണോ, നമ്മുടെ ആദ്യ രാത്രിയിൽ മനോഹരമായ പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നിർമ്മണവുമായിരിക്കുമ്പോഴാണോ? നോ ഐഡിയ. ആ അതിഥി എപ്പോഴാണ് വരുന്നത് എന്ന് നമ്മെക്കൊണ്ട് നിർണയിക്കാൻ സാധ്യമല്ല. ആ അതിഥി വന്നാലോ അത് ചില്ലറക്കാരനല്ല. ആ അതിഥി നമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്തയെ ഊരിയെടുത്തിട്ടാണ് മടങ്ങിപ്പോവുക. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ മഹാന്മാര് ഭയപ്പെട്ടൊരു വിഷയം അതാണ്. ഇന്ന് ഞാനിങ്ങനെ എനിക്ക് വാട്സാപ്പിൽ ഒരാളയച്ചു വന്ന ഒരു വീഡിയോ, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കുടുംബത്തോടൊപ്പം ഇരിക്കുകയാണ്. ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കൈവച്ചോ ഇല്ല എനിക്ക് ഓർമ്മയില്ല, അവിടെ ഇരുന്ന് മരിച്ചുപോയി. എത്രയെത്ര മരണത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് ടിക്കറ്റ് എടുത്തു. ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ മനുഷ്യന്റെ അവസ്ഥ. ആ അതിഥി എപ്പോഴാണ് എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റൂല. ഇത് നിസ്സാരല്ല കേട്ടോ, നിസ്സാര വിഷയമല്ല, ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം. മഹാന്മാരൊക്കെ ഏറ്റവും ഭയപ്പെട്ട വിഷയം മരണത്തെയല്ല, മരണസമയത്തെ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മരണം ആസന്നമായ ആള് അദ്ദേഹം എവിടെ കൊണ്ടുപോവുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മരിക്കാൻ പറ്റിയ ഒരിടം അത് ഇൽമിന്റെ മജ്ലിസാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. നമ്മൾ എവിടെയുള്ളത്? എവിടെയാണ് മനുഷ്യന്മാരെ നമ്മളുള്ളത്? ഇന്ന് ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വത്തോടെ നമുക്കൊരു മജ്ലിസിനോട് ഒരു അടങ്ങാത്ത ആവേശം ഉണ്ടാകുമ്പോൾ ഇജാബത്ത് 100% ഇവിടെ ഉണ്ടാവും. ഇന്ന് വയലിന്റെ ഒക്കെ ശൈലി തന്നെ മാറിപ്പോയി. പറയുന്നവരും കേൾക്കുന്നവരും മറ്റേതോ മാനത്തിന്റെ മുമ്പിലായി പോയി. മഹാനായ തഴവ ഉസ്താദ് വയല് പറഞ്ഞ കാലങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഒരുപാട് മഹാന്മാര് വയല് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വയല് കേട്ട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വയല് കേട്ട് പരലോകത്തെ പേടിച്ചു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അവരുടെ വയല് കേട്ട് ജീവിതത്തിൽ പിന്നെ ഒരൊറ്റ വക്കത്ത് നിസ്കാരവും മുടക്കാതെ ജീവിതം മനോഹരമായ സുഹൃതത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെ കടന്നുപോയ അത്ഭുതങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടുണ്ട്. തലവാ ഉസ്താദിന്റെ വയലിൽ പങ്കെടുത്ത ഒരു സഹോദരൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത ആള് മീൻ വിറ്റ് മീൻ കൊട്ട സൈക്കിളിന്റെ പഴയ സൈക്കിളിന്റെ പുറകിൽ കെട്ടിവെച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയം പോത്തങ്കോടിന്റെ വിരുമാറിൽ, അന്ന് കുഗ്രാമമാണ്, അപ്പുറത്ത് നിന്ന് അദ്ദേഹം ഈ വയലിന്റെ പരലോകത്തിന്റെ മരണത്തിന്റെ ഖബറിന്റെ ഭീതിതമായ അവസ്ഥകൾ കേട്ട് ജീവിതത്തിൽ അല്ലാഹു എന്ന് നെഞ്ചിൽ തട്ടി ഒരു തവണ പോലും പറയാത്ത അലി അക്ബർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സൈക്കിൾ ബ്രേക്ക് ഇട്ടു, അവിടെ നിന്നു. അല്പം സമയം മുമ്പോട്ട് പോയപ്പോ സൈക്കിൾ സ്റ്റാൻഡ് ഇട്ടു. അല്പം കൂടി പറഞ്ഞപ്പോ സദസ്സിലേക്ക് ചേർന്നു. അല്പം കൂടി കഴിഞ്ഞപ്പോ കസേര വലിച്ചിട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ ലോകത്തിലേക്ക് അദ്ദേഹം കടന്നുപോയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഹൃദയാന്തരാളത്തിലേക്ക് മഹാനായ തഴവാ ഉസ്താദ് വാക്കും പ്രവൃത്തിയും ഒന്നായ മഹാൻ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ ഇൽമിന്റെ ഫൈളാൻ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഇജാബത്തുള്ള സദസ്സാക്കി മാറ്റുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ തഴവാ ഉസ്താദ്
ഉസ്താദിന്റെ മൂർച്ചയുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃത്തടത്തിൽ ഒരു ചാട്ടുളി പോലെ വന്നു തറച്ചു എന്ന് മാത്രമല്ല, വാത് കഴിയുമ്പോഴും കഴിഞ്ഞ ആളുകൾ പോകുമ്പോഴും ഒരു കസേരയിൽ ഒരു മനുഷ്യരിരുന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കരയുകയാണ്. ആളുകൾ സംഘാടകർ പറഞ്ഞു, വാത് കഴിഞ്ഞു ഉസ്താദ് പോയി, നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായി ഒരു കാമിലായി ഒരു എടുക്കുകയാണ്. പടിഞ്ഞാറേക്ക് തിരഞ്ഞു നിന്ന് പടച്ചവന്റെ മുന്നിൽ മുസല്ല വലിച്ചിട്ട് ആദ്യമായി നിസ്കരിക്കുകയാണ്. ആ പാതിരാവിൽ ഉറങ്ങിയില്ല എന്ന് മാത്രമല്ല, അടുത്ത പ്രഭാതത്തിൽ തഴവയെന്ന കൊച്ചു ഗ്രാമത്തിലെ കലിയക്ബർ എന്ന് പറയുന്ന സഹോദരൻ കടന്നുപോയി. തഴവ ഉസ്താദിന്റെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞു. തന്റെ തലയിൽ കെട്ടിയ മുശഞ്ഞ തോർത്തഴിച്ച് കയ്യിൽ വെച്ച് ഒരു രാജാവിന്റെ മുമ്പിൽ ഒരു ഭൃത്യം വരുന്നത് പോലെ, ഉസ്താദേ, എനിക്കൊന്ന് സലാമത്താവണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് മരിച്ചാൽ ഖബറിൽ സമാധാനമായി കിടക്കണം, എനിക്ക് എന്റെ മരണമില്ലാത്ത പരലോകം രക്ഷപ്പെടണം, എനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുപ്പമുണ്ടാകണം, എന്നെ ഒന്ന് കൈപിടിക്കണമെന്ന് പൊട്ടിക്കരഞ്ഞു വന്ന് ദാഹിച്ച് വിശന്ന് ആത്മീയതക്ക് ആവേശത്തോടെ വന്ന ആ മനുഷ്യന്റെ ഹൃദയം കണ്ട് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞു, മോനെ പേടിക്കണ്ട, നിനക്ക് ദുനിയാവും ആഖിറവും ഞാൻ തന്നു. അത് പറയാൻ പവറുള്ളവർ പറയും. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അതിനെ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ അങ്ങനെ പറയാൻ ആരാണ്? തഴവ ഉസ്താദ് ഇപ്പൊ അങ്ങനെ പറയാൻ ആളാരാണെന്ന് ചോദിച്ചാൽ പറയുന്നവന്റെ ഈമാൻ കുറയുന്നല്ലാതെ തഴവ ഉസ്താദിന്റെ പവർ കുറയൂല. അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല. സ്വലാത്തിനെതിരെ ശബ്ദിക്കുന്നവരിവിടെ ഇല്ല, ഇൽമിന്റെ സദസ്സിനെതിരെ ശബ്ദിക്കുന്നവരിവിടെ ഇല്ല. ഇങ്ങനെയുള്ള സന്തോഷത്തിന്റെ പ്രണയത്തിന്റെ കൂട്ടായ്മ, ഈ സ്നേഹവലയത്തെ കുറിച്ച് അപവാദം പറയുന്നവരെ ഈ നാട്ടിലില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ചുരുക്കം പറയട്ടെ, ആ മനുഷ്യന്റെ ജീവിതത്തിലെ മാറ്റം അത്ഭുതകരമായിരുന്നു. പിന്നീട് ഖുർആൻ ഓതാത്ത ആള് ആരും പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധമായ ഖുർആൻ അത്ഭുതകരമായി കണ്ടോതുന്നു, കാണാതെ പഠിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാം. ഇന്ന് അദ്ദേഹം ഖബറിലാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിൽ ഒരു വഖത്ത് പിന്നെ മുടക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഹദ്ദാദ് മുടക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, തഹജ്ജുദ് മുടക്കാറില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് നോമ്പുകളടക്കം ആധ്യാത്മിക തലങ്ങളിലേക്ക് ഒരു പാതിരാവാതിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ആ വർത്തമാനങ്ങൾ ഖൽബിന്റെ ഉള്ളു തുറന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രണ്ട് കാതുകൾ തുറന്ന് കേട്ടപ്പോ പടച്ചവന്റെ ദർബാറിലേക്ക് മനുഷ്യനെ, ആ പാവപ്പെട്ട മനുഷ്യന് പരിഗണന കിട്ടിയെന്ന് മാത്രമല്ല, പിന്നെ പണ്ഡിതന്മാര് പോലും ആ മനുഷ്യന്റെ വീട്ടിലേക്ക് വന്ന് കൈപിടിച്ചു മുത്തുകയും അദ്ദേഹത്തോട് ദുആരക്കണേ എന്ന് പറയുകയും വിഷമമുള്ളവർ പരിഹാരത്തിന് വരികയും അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹം ഇശ്വി എന്ന് ഊതിക്കൊടുത്താൽ ആ വെള്ളത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടായത്. ആ വിഷയം അറിയാവുന്നവർ, ഞാനടക്കം 2 പേര് ഇപ്പോൾ ഈ സദസ്സിലുണ്ട്. മനസ്സിലായില്ല? ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ മനുഷ്യനെ കുറിച്ച് എനിക്ക് പരിചയമുള്ളതുപോലെ അല്ലെങ്കിൽ അതിന്റെ അടുത്ത് പരിചയമുള്ളതുപോലെ പരിചയം പറയാൻ പറ്റുന്ന 2 പേര് ഇപ്പോൾ സദസ്സിലുണ്ട്. ഞാൻ അടക്കമാണ്. അല്ലാ, അപ്പൊ ഇൽമിന്റെ സദസ് എന്ന് നമ്മളെന്താ മനസ്സിലാക്കിയത്? അതിപ്പോ ബിരിയാണി ഉണ്ടാകട്ടെ, നെയ്ച്ചോറ് ഉണ്ടാകട്ടെ, പോകുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, അതൊരു ചർച്ചയല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അപ്പോൾ എങ്ങോട്ടാ ടിക്കറ്റ് എടുത്തത്? ശ്രദ്ധിക്കണം, വിഷയം വിട്ടുപോരുത്. ആലോചിക്കുക, ഞാൻ വെള്ളം കുടിക്കാം. എവിടുന്ന് എവിടത്തേക്ക് ടിക്കറ്റ് എടുത്തു? സ്ഥലം നിങ്ങൾ പറയണ്ട, സ്ഥലം മറന്നു പോകും. ടിക്കറ്റ് എടുത്ത സ്ഥലം മറക്കൂല. ഇദ്ദേഹത്തിന്റെ സ്ഥലവും ഞാൻ പറഞ്ഞു, അത് മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? വിഷമാണ്. ഞാനിപ്പോ നിർത്തും, എനിക്ക് നേരത്തെ പോവാം. തമ്പാനൂരിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് മാഷാ അല്ലാഹ്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് ടേൺ ചെയ്താണ്. ഇൽമിന്റെ സദസ്സ് പറഞ്ഞപ്പോഴേ പുതിയ കാലത്തിന്റെ വർത്തമാനങ്ങളും കോലാഹലങ്ങളും സുബ്ഹാനല്ലാഹ് അതൊക്കെ പറഞ്ഞപ്പോ പഴയ കാലത്തെ വഅദിന്റെ മഹത്വം എന്തായിരുന്നു? വഅദ് വലിയ ആലിമീങ്ങളൊന്നും അല്ലായിരുന്നു. പഴയ കാലത്തെ പ്രതാപമുള്ള ആത്മീയതയുള്ള വഅദിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടായിരുന്നു പഴയ കാലത്തെ ആളുകൾ സലാമത്തായിരുന്നത്. അവർ വലിയ പരിജ്ഞാനമുള്ളവരായിരുന്നില്ല.
വലിയ ദർസിലും മദ്രസയിലും ഒന്നും പഠിച്ചവരായിരുന്നില്ല. അവർക്ക് ആകെ കിട്ടിയിരുന്ന ഇൽമ് ആ വർഷത്തിൽ നടക്കുന്ന 10 ദിവസം 20 ദിവസത്തെ വഅദ്. പായുണ്ടാവും, തലങ്ങണി ഉണ്ടാവും, ചൂട്ടുണ്ടാവും കയ്യിൽ. ചെറിയ മക്കളായിട്ട് കാറിലല്ല, നടന്നിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വഅദ് കേൾക്കാൻ പോയത്. ഇവിടെയുള്ള പ്രായമുള്ള ആളുകളോട് ചോദിച്ചറിയാം. ചെറിയ ഓർമ്മകൾ സാധുവായി എനിക്കുണ്ട്. നടന്നിട്ട് സൗകര്യങ്ങൾ കൂടി പോയി അല്ലേ, വിശാലമായ സൗകര്യങ്ങളായി പോയി. ഇന്നിപ്പോ വയലോടെ വയലാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട പ്രവാചകന്റെ വയല് കേൾക്കണമെങ്കിൽ വിരൽത്തുമ്പ് തൊട്ടാൽ മൂപ്പര് മുമ്പിലെത്തി. ഏത് വയല് വേണം, ഏത് തങ്ങളെ വേണം, ഏത് ഉസ്താദിന് വേണം, നമ്മൾ കിടക്കും മൂപ്പര് നിന്ന് വയല് പറയും. ഓ എന്താണ് സുഖം ആലോചിക്ക്. നമ്മള് ബെഡിൽ കിടക്കും, സാധുവായ ഉസ്താദ് യൂട്യൂബിലൂടെ നിന്ന് വയല് പറയും. നടന്നു ഓടിയും. ചില ആളുകളോ എടാ നീ എന്താ ഇങ്ങനെ കേൾക്കുന്ന, രസം ഉണ്ടോ? രസത്തിന് വയല് കേൾക്കുന്ന കാലം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നീ എന്താടാ കേൾക്കുന്നത്? മൂപ്പര് ഇടക്കിടക്ക് നല്ല പാട്ട് പാടും, നല്ല രസമാണ്. രസത്തിന് വയല് കേൾക്കുന്ന കാലം. നീ എന്താണ് അങ്ങനെ കേൾക്കുന്നത്? നല്ല കോമഡിയാ, നല്ല രസമാണ്. അല്ലാഹു പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. പാട്ട് പാടണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, കോമഡി പറയണ്ടെന്ന് അഭിപ്രായമില്ല, രസിപ്പിക്കേണ്ടെന്ന് അഭിപ്രായമില്ല. എല്ലാം ആവശ്യത്തിന് വേണം. അതൊക്കെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ ഒരു ഇൽമിന്റെ സദസ്സിൽ നിന്ന് കിട്ടുന്ന കാമ്പും കഴമ്പും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈ സമയം അല്ലാഹു ചോദിക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്ന് കയറിയ എന്റെ അനുഭവത്തിലുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്. തമ്പാനൂരിന്ന് ടിക്കറ്റ് എടുത്തു. എവിടെ ഇറങ്ങാൻ? കരുനാഗപ്പള്ളിയിൽ ഇറങ്ങാൻ. ഒരു 1.5-2 മണിക്കൂർ ഏകദേശം, തഖരീബൻ ഓൾമോസ്റ്റ് അത്രയും ടൈം മതി അവിടെ ഇറങ്ങാൻ. കരുനാഗപ്പള്ളിയിലെത്തി. അവിടെ അദ്ദേഹം ഇറങ്ങിയില്ല. അദ്ദേഹം അവിടെ ഇറങ്ങിയില്ല. വാഹനം മുന്നോട്ട് പോയി കായംകുളമെത്തി. ട്രെയിൻ കായംകുളമെത്തി. ഇറങ്ങിയില്ല. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, ഷൊർണൂര്, തിരൂര്, ഫറൂഖ്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, മംഗലാപുരം, മംഗളൂരു, മംഗലാപുരം, മാംഗ്ലൂർ സ്റ്റേഷനിൽ വണ്ടി നിന്നു. അവിടെ വരെ ആ ട്രെയിൻ ഉള്ളൂ. ട്രെയിൻ അവിടെ വരെയുള്ളൂ. എല്ലാവരും ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ക്ലീൻ ചെയ്യാൻ ആളുകൾ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറി. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചാരി കിടന്നിട്ട് ഉറങ്ങാണ്. എഴുന്നേക്ക് മനുഷ്യ, ഇതെന്തുറക്കാണ്? ഇനി ട്രെയിൻ പോവൂല, എല്ലാരും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് തട്ടി വിളിച്ചു. സുബ്ഹാനല്ലാഹ്. ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നു മക്കളെ, ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നു. എപ്പോഴാണ് ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നെന്നറിയുവോ? കരുനാഗപ്പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് അതിഥി വന്നിട്ടുണ്ടാവണം. ഖാബദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് എപ്പോഴായിരിക്കും? കരുനാഗപ്പള്ളി എന്ന് പറയുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്റ്റോപ്പിന് മുമ്പ് ആ അതിഥി വന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവിടെ അദ്ദേഹം ഇറങ്ങുമായിരുന്നു. അല്ലാ, ഒരു ദിവസം പകൽ മുഴുവനും രാത്രിയുടെ അല്പഭാഗം മുഴുവനും സഞ്ചരിച്ചു. പിന്നെ കരുനാഗപ്പള്ളിക്കപ്പുറത്ത് നിന്ന് മരണപ്പെട്ടു പോയി. പിന്നെ സഞ്ചരിക്കുന്നത് മയ്യിത്താ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, വളരെ ഗൗരവത്തിലൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മളൊക്കെ പ്രായം കൂടി വരുന്നവരാണെന്നാ നമ്മൾ ചിന്തിക്കുന്നത്. അല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളെ പ്രായം കുറഞ്ഞു വരുന്നവരാ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് എപ്പോഴാണെന്നറിയുവോ? 9 മാസവും 11 ദിവസവുമാകുമ്പോ മാതാവിന്റെ ഗർഭഗൃഹത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് കടന്നു വന്ന് 2 കൈയും മുറുക്കി പിടിച്ച് കരയുന്ന 1ാമത്തെ ശ്വാസം വിടുന്ന ആ സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ആയുസിന്റെ മുഴുവൻ ശ്വാസനിശ്വാസങ്ങൾ
മാസങ്ങളും നിന്റെ ബോഡിയിലുണ്ട്. ബോഡിയുടെ വളർച്ചയല്ല ആയുസ്, കേവലം ആയുസ് എന്ന് പറയുന്നത്. നിനക്കപ്പോൾ അള്ളാഹു തീരുമാനിച്ചത് 50 വർഷമാ തീരുമാനിക്കാതെ 50 വർഷത്തെ തീരുമാനമാണെങ്കിൽ, അത് 60 വർഷത്തെ ആയുസ്സാണെങ്കിൽ, 70 വർഷത്തെ ആയുസ്സാണെങ്കിൽ, അല്ലാ അത് മുഴുവനും പ്രസവിച്ച് വീഴുന്ന സമയം നിന്റെ അടുക്കലുണ്ട്. പിന്നെ കടന്നു പോകുന്ന ഓരോ രാപ്പകലുകളും നീ മരിച്ചുകൊണ്ടിരിക്കുകയാ. അവസാനം മരിക്കുമെന്നല്ല, നമ്മളെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരാ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോട് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ എന്ത് ബുദ്ധിയാ ഉസ്താദേ. മനസ്സ് തുറന്നൊന്ന് കേട്ടോ. പിന്നെ അവസാനം ഖാബത്തുൽ അർവാഹ് വരുന്നത് ആ മരണം പൂർത്തിയാകുന്ന സമയമാണ്. അല്പാൽപമായി മരിച്ചുകൊണ്ടിരിക്കുകയാ. നമ്മുടെ ഇന്നലകൾ എവിടെയാ മരണപ്പെട്ടു പോയി? നമ്മുടെ കഴിഞ്ഞാഴ്ച എവിടെയാ മരണപ്പെട്ടു പോയി? 40 വയസ്സുള്ള ആളിന്റെ 39 വയസ്സ് മരണപ്പെട്ടു പോയി. അല്ലാഹു നാളെ പരലോകത്തിൽ ആ നാളുകളെ ചോദ്യം ചെയ്യുമെന്നല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാലത്തിലേക്ക് ഏതൊക്കെ ടൈം ട്രാവലിനെ കുറിച്ച് സയൻസ് പറയുന്നുണ്ടെങ്കിലും, ഏതൊക്കെ ഹൈപ്പോത്തിസിസുകൾ പറയുന്നുണ്ടെങ്കിലും, ഏതൊക്കെ ശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും, ഒരിക്കലും യഥാർത്ഥ ടൈം ട്രാവൽ നടത്താൻ ഒരു തിയറിക്കും കഴിയില്ല മോനെ. അതുകൊണ്ട് ഇന്നലകളിലേക്ക് കടന്നു ചെല്ലാനോ, പാസ്റ്റിലേക്ക് കടന്നു ചെല്ലാനോ, ഫ്യൂച്ചറിലേക്ക് കടന്നു ചെല്ലാനോ അല്ലാഹു ഒരാളിനെയും അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മരണത്തെ തോൽപ്പിക്കാൻ പല സംവിധാനങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളും പല സംവിധാനങ്ങളും ചെയ്തു വച്ചിരിക്കുകയാ. 4 or 5 കേന്ദ്രങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ആ കേന്ദ്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ലക്ഷങ്ങൾ കോടികൾ ആവശ്യമാണ്. ഒരാൾ മരിച്ചാൽ ആ ഡെഡ് ബോഡി അവിടെ സൂക്ഷിക്കും. വിശാലമായി പറയേണ്ട സംഭവമാണ്, സമയം പോരാ. ഒരാൾ മരിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ ഓഫീസിൽ ചെന്ന്, ആ കേന്ദ്രത്തിൽ ചെന്ന് എനിക്ക് പറയാം, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഡെഡ് ബോഡി ഇവിടെ സൂക്ഷിക്കണം. അതിന് വലിയ പണം ആവശ്യമാ. എന്തിനാണെന്നറിയുമോ? സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. നാളത്തെ പ്രഭാതത്തിൽ മരണപ്പെട്ട ഒരാളിന് തിരിച്ചൊന്ന് ആത്മാവ് കൊടുക്കാനുള്ള സംവിധാനമുണ്ടായാൽ എനിക്ക് ജീവിക്കാമല്ലോ, എനിക്ക് തിരിച്ചു വരാമല്ലോ. ഇത് കളിതമാശയല്ല. ആയിരക്കണക്കിന് ആളുകൾ കോടികൾ ചെലവഴിച്ച് തന്റെ ഡെഡ് ബോഡികൾ നേരത്തെ പറഞ്ഞ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടത് കാരണം, ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് നേരത്തെ പണമടച്ചത് കൊണ്ട് അവർ മരിച്ചതിന് ശേഷം അവരുടെ ഡെഡ് ബോഡി ലോകത്തിന്റെ പല ഭാഗത്തും സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാ, മനുഷ്യന് ജീവിക്കാനുള്ള കൊതിയാ, അവന് ജീവിക്കാനുള്ള കൊതിയാ. മരിക്കാൻ ഇഷ്ടമുള്ളവരാരുമല്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, മധുര 17കാരികളായ പെങ്ങന്മാര്, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല. എൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥി വരൂല്ല. ആ അതിഥിയാകുന്ന ഖാബത്തുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിസരത്ത് ഇപ്പോഴെങ്ങും വരൂല്ല. കാരണം ഒരു പനി പോലും വരാത്ത പൊന്നുമോളാ ഞാൻ. എനിക്കൊരു അസുഖവും ഇല്ലല്ലോ ഉസ്താദേ, എനിക്കൊരു പ്രയാസവും ഇല്ലല്ലോ ഉസ്താദേ, എനിക്കൊരു ക്ഷീണവും എൻ്റെ ഹെൽത്തിയായ ബോഡിയിലില്ല. സുന്ദരിയായ മാംസളമായ ഭാഗങ്ങളുള്ള പൊന്നുമോളാ ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പൊന്നുമോളാ. നാളത്തെ പ്രഭാതത്തിൽ മരിക്കുമെന്ന് പറയാ നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുന്ന മോള്, ആരോഗ്യ പ്രശ്നമില്ലാതിരുന്ന ചെറുപ്പക്കാരനാ, മുമ്പൊരു ഹാർട്ട് അറ്റാക്ക് വരാത്ത ചെറുപ്പക്കാരനാ, മുമ്പ് വല്ല ട്യൂമറിന്റെ അടയാളം കാണാത്ത ചെറുപ്പക്കാരനാ, ഏതെങ്കിലും കിഡ്നി ഫെയിലായ ചെറുപ്പക്കാരനല്ല, എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉള്ള ചെറുപ്പക്കാരനല്ല, ഏതെങ്കിലും ഡോക്ടർമാരുടെ ചികിത്സയിൽ കഴിയുന്ന ചെറുപ്പക്കാരനല്ല. 2.5 മണിക്കൂർ ഇറങ്ങും, 2 മണിക്കൂർ കഴിയുമ്പോ കരുനാഗപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ കുളിച്ചൊരുങ്ങി പുത്തനോടൊപ്പം പാൻറ്റുമൊക്കെ ഇട്ടുകൊണ്ട് കടന്നു വന്ന ചെറുപ്പക്കാരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്ത് വരാം മയ്യത്ത് സഞ്ചരിച്ചു പെങ്ങള്. മംഗലാപുരത്ത് ക്ലീനാക്കാൻ വന്ന ആളുകൾ കയറിയിട്ട് തട്ടി വിളിച്ചപ്പോഴാ മരിച്ചെന്നറിയുന്നത്. ഒരു
പകലും രാത്രിയുടെ അല്പഭാഗവും സഞ്ചരിച്ചത് കൊണ്ട് വെയിലും പൊടിയും അടിച്ച് മയ്യത്ത് തന്നെ വല്ലാത്ത അവസ്ഥയായി പോയി. അല്ലാ